ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും VG's ലെക്ചറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ആണ്. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ PSC എക്സാമുകളിൽ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമായി മാറുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിന് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്കൊരു ബേസ് ഇല്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷിന് ഒരു ബേസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഇംഗ്ലീഷിന് ഒരു ബേസ് ഇല്ലാതെ നമ്മൾ വെറുതെ പോയി നമ്മൾ ഓപ്ഷനുകൾ കറക്കി കുത്തുമ്പോൾ അതൊരിക്കലും ശരിയാകില്ല. ഇംഗ്ലീഷ് വളരെ ബേസിക് മുതൽ നമ്മൾ എന്താണ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ചോദ്യങ്ങളും എല്ലാ ടോപ്പിക്കും നമുക്ക് വൃത്തിയായിട്ട് പഠിച്ച് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് തന്നെയാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ബേസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് 10th ലെവൽ എക്സാമിന് വേണ്ടിയുള്ള ഇംഗ്ലീഷിന്റെ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. അതിന്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ഇംഗ്ലീഷിന്റെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ഓരോ പാർട്ടുകളും കണ്ട് ഇംഗ്ലീഷിന്റെ ഫുൾ ടോപ്പിക്സ് എന്ത് ചെയ്യുക, നിങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇംഗ്ലീഷിന്റെ ബേസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസ് ആണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ടോപ്പിക്. അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് എന്തെന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബേസ് മുതൽ ഈ ടോപ്പിക് മുതൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇംഗ്ലീഷ് സെറ്റ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇതാ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോ ഇംഗ്ലീഷില് നോക്കൂ, there are 8 parts of speech in English. ഇംഗ്ലീഷില് എന്താണ് 8 parts of speech ആണ് നമുക്ക് ഇംഗ്ലീഷില് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെയാണ് ആ 8 പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്? ഒന്ന് നൗൺ ആണ്. ആദ്യത്തെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നൗൺ ആണ്. പിന്നെന്തുണ്ട്? പ്രോനൗൺ ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, അഡ്വേർബ് ഉണ്ട്, വേർബ് ഉണ്ട്, പ്രിപ്പോസിഷൻ ഉണ്ട്, കൺജങ്ഷൻ ഉണ്ട്, ഇന്റർജെക്ഷൻ ഉണ്ട്. ഇങ്ങനെ 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മുടെ ഇംഗ്ലീഷിൽ ഉള്ളത്. അതില് ഈ 8 പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? നൗൺ ആണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യത്തെ, അല്ലെ? നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷില് 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഏതൊക്കെയാണ്? നൗൺ ഉണ്ട്, പ്രോനൗൺ ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, അഡ്വേർബ് ഉണ്ട്, വേർബ് ഉണ്ട്, then എന്താണ്? പ്രപ്പോസിഷൻ ഉണ്ട്, കൺജങ്ഷൻ ഉണ്ട്, ഇന്റർജെക്ഷൻ ഉണ്ട്. ഈ 8 എണ്ണത്തിൽ ആദ്യത്തേതാണ് നൗൺ, അല്ലെ? അപ്പൊ നൗൺ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നൗൺ തന്നെ വിശാലമായിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നൗണിന്റെ പാർട്ട് 1 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിരുന്നോളൂ. എന്താണ് ഒരു നൗൺ എന്ന് പറയുന്നത്? കൃത്യമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ ഒരു നൗൺ എന്ന് പറയുന്നത്? എടാ, ഒരു നൗൺ എന്ന് പറയുന്നത്, നോക്കൂ, ഒരു നൗൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ, സ്ഥലത്തെ, അല്ലെങ്കിൽ വസ്തുവിനെ, അല്ലെങ്കിൽ ആശയത്തെ. അപ്പൊ ഒരു വ്യക്തിയെ, ഒരു സ്ഥലത്തെ, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ, അല്ലെങ്കിൽ ഒരു ആശയത്തെ നാമകരണം ചെയ്യുന്ന പദമാണ് നൗൺ എന്ന് പറയുന്നത്. നമുക്ക് കാണാനോ സ്പർശിക്കാനോ കേൾക്കാനോ അനുഭവിക്കാനോ ചിന്തിക്കാനോ കഴിയുന്ന എന്തൊക്കെയുണ്ടോ അവയെല്ലാം നൗണാണ്. ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്നതാണ്. എടാ, അപ്പൊ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ, ഒരു സ്ഥലത്തെ, ഒരു ആശയത്തെ എന്താണ് നാമകരണം ചെയ്യുന്ന എന്താണ് പദമാണ് നൗൺ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഒരു നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ, ഒരു നമുക്ക് കാണാനോ നമുക്ക് സ്പർശിക്കാനോ നമുക്ക് അനുഭവിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനോ കേൾക്കാനോ കഴിയുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നൗണാണ്. അതെല്ലാം നൗണാണ്. അപ്പൊ നമുക്ക് കാണുവാനും നമുക്ക് കേൾക്കുവാനും നമുക്ക് അനുഭവിക്കുവാനും നമുക്ക് ചിന്തിക്കുവാനും നമുക്ക് സ്പർശിക്കുവാനും കഴിയുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം നൗണാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാം നൗണാണ്, അല്ലെ? അപ്പൊ നമുക്ക് കാണാനും
കേൾക്കാനും സ്പർശിക്കാനും നമുക്ക് അനുഭവിക്കാൻ നമ്മുടെ ചിന്തിക്കാനും പോലും കഴിയുന്ന എല്ലാം noun ആണ്. കൃത്യമായിട്ട് മനസ്സിലായോ? അപ്പൊ നോക്കടാ, ഈ noun എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ noun ആണ് person എന്ന് പറയുന്നത്. എന്താണ്? ആദ്യത്തെ noun ആണ് person. അതായത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു noun ആണ്, അല്ലെ? ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു noun ആണ്. എടാ, അപ്പൊ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് noun ആണ്. അതിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്. അതായത് നോക്കൂ, names a specific person or a type of person. എടാ, ഈ പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ നൗണിലെ ഒന്നാമത്തേതാണ് പേഴ്സൺ എന്ന് പറയുന്നത്. ഈ പേഴ്സൺ എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്നെങ്കിൽ സ്പെസിഫിക് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ഉണ്ട്. അതെന്തുകൊണ്ട്? എന്താ സാറേ ഈ ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ സ്പെസിഫിക് എന്താണ്, ടൈപ്പ് ഓഫ് പേഴ്സൺ എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. എടാ, നമ്മൾ ഒരു വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്താണ് രാജൻ എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നു, അയാളുടെ പേര് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇനിയിപ്പോ എന്താണ് നമ്മൾ ആ രാജൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അത് എന്താണ് ആ രാജൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അത് നമുക്ക് ഫ്രണ്ട് എന്ന് പറയാം. രാജൻ എന്റെ ഫ്രണ്ട് ആണെന്ന്. അപ്പൊ നമ്മൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അത് ടൈപ്പ് ആണ്. അല്ലെങ്കിൽ വുമൺ എന്ന് പറയുമ്പോൾ ഫാത്തിമ എന്നൊരു പേര്, നമ്മൾ ആ പേര് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. അപ്പൊ അത് സ്പെസിഫിക് നെയിം ആണ്. പക്ഷെ ഫാത്തിമ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ആണ്. അപ്പൊ നമ്മൾ ഡോക്ടർ എന്ന് മാത്രമേ പറഞ്ഞുള്ളെങ്കിൽ അത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പൊ ഈ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് noun ആണ്. ആ നൗണിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്പെസിഫിക് പേഴ്സൺ ഉണ്ട്, അതോടൊപ്പം തന്നെ ടൈപ്പ് ഓഫ് പേഴ്സൺ ഉണ്ട്. അപ്പൊ സ്പെസിഫിക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് നമ്മൾ അയാളുടെ പേര് പറയുന്നു. ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയാൾ വുമൺ ആണോ അല്ലെങ്കിൽ എന്താണ് മാൻ ആണോ സ്റ്റുഡന്റ് ആണോ ഫ്രണ്ട് ആണോ അങ്ങനെ നമ്മൾ ടൈപ്പ് പറയുകയാണ്. ഇതും എന്താണ് noun ആണ്. അപ്പൊ സ്പെസിഫിക് പേഴ്സണും noun ആണ്, അതോടൊപ്പം തന്നെ നമ്മൾ ടൈപ്പ് പറയും. ഡോക്ടർ ആണ് എങ്കിൽ എന്റെ ഫ്രണ്ട് ആണ്, ടീച്ചർ എന്ന് നമ്മൾ ആ ടൈപ്പ് പറയുമ്പോൾ അതും noun ആണ്. അതും എന്താണ് noun ആണ്. അപ്പൊ പേഴ്സൺ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്പെസിഫിക്കും ഉണ്ട്, അതോടൊപ്പം തന്നെ ടൈപ്പും ഉണ്ട്. അപ്പം പേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത് പഠിക്കുന്ന noun ആണ് എന്തെന്ന് പറയുന്നത് പേഴ്സൺ. എടാ, നമ്മൾ ഒന്നാമത് പഠിക്കുന്ന noun ആണ് പേഴ്സൺ. ഈ പേഴ്സൺ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്പെസിഫിക്കും ഉണ്ട്, പിന്നെ ടൈപ്പും ഉണ്ട്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി ഒരാളുടെ പേര് പറയുക സ്പെസിഫിക് ആയിട്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ടൈപ്പ് പറയാം. നമുക്ക് ഫാത്തിമ എന്ന് പറയാം, സ്പെസിഫിക് ആയിട്ട് ഫാത്തിമ എന്ന അയാളുടെ പേര് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡോക്ടർ അല്ലെങ്കിൽ ടീച്ചർ. അത് ടൈപ്പ് ആണ്. അങ്ങനെ ടൈപ്പ് പറയുന്നത് അതും noun ആണെന്ന്. സ്പെസിഫിക് noun ആണ്, എടാ ടൈപ്പ് noun ആണെന്ന്. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ പേഴ്സന്റെ കേസ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് വുമൺ എന്ന് പറയാം. എടാ, വുമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാ ടൈപ്പ് ആണ്. മാൻ എന്ന് പറയുന്നു, അതാ ടൈപ്പ് ആണ്, ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ചൈൽഡ് എന്ന് പറയുന്നു, അതാ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. കാരണം എന്താ? ഏത് ചൈൽഡ്? എടാ, കൃത്യം പേര് പറയുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ടീച്ചർ എന്ന് പറയുന്നു, അത് ടൈപ്പ് ആണ്, ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഇപ്പൊ റഹീം എന്ന് പറഞ്ഞു, അപ്പൊ കൃത്യം പേര് പറഞ്ഞു. അപ്പൊ കൃത്യം പേര് പറഞ്ഞെങ്കിൽ അതെന്താണ്? റഹീം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണ്. ഇതെല്ലാം noun ആന്നേ. ഇതെല്ലാം noun ആണ്. പക്ഷെ നൗണിൽ തന്നെ എന്താണ് പേഴ്സണിന്റെ കേസിൽ സ്പെസിഫിക്കും ടൈപ്പും. ഫാത്തിമ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്പെസിഫിക് ആയിട്ട് ആ പേര് പറഞ്ഞപ്പോ സ്പെസിഫിക് ആണ്. ഡോക്ടർ എന്ന് പറഞ്ഞു, എടാ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ആണ് ഡോക്ടർ എന്ന് പറയുന്നത്. ഫ്രണ്ട് എന്ന് പറഞ്ഞു, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ആണ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം noun ആണെന്നുള്ള കാര്യം ഫൈനലൈസ് ചെയ്ത് നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പൊ noun നമ്മൾ പഠിച്ചു. noun എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു, നമുക്ക് കാണാനോ കേൾക്കാനോ സ്പർശിക്കാനോ നമുക്ക് അനുഭവിക്കാനോ ചിന്തിക്കാനോ കഴിയുന്ന എല്ലാ noun ആണ്. ആ നൗണിലെ തന്നെ ഒന്നാമത്തെ ആളാണ് പേഴ്സൺ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. രണ്ട് തരത്തിലൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സെറ്റ് ആക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ noun ആണ് എടാ പ്ലേസ്. എന്താടാ? രണ്ടാമത്തെ noun ആണ് പ്ലേസ് എന്ന് പറയുന്നത്, സ്ഥലം. ഇപ്പൊ രണ്ടാമത്തെ noun ആണ് പ്ലേസ് അഥവാ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? സ്ഥലം. പ്ലേസ് അഥവാ സ്ഥലം. അപ്പൊ ഈ പ്ലേസ് അഥവാ സ്ഥലവും രണ്ട് തരത്തിലുണ്ട്. അതായത് names a specific location or a type of place. എടാ, നമുക്ക് ഈ പ്ലേസ് തന്നെ ഈ പ്ലേസ് രണ്ട് തരത്തിലുണ്ട്.
ഒന്ന് സ്പെസിഫിക് ലൊക്കേഷൻ നമുക്ക് പറയാം. സ്പെസിഫിക് ലൊക്കേഷൻ നമുക്ക് പറയാം. കൊച്ചി എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആ ലൊക്കേഷൻ പറയാം അല്ലേ? അല്ലെങ്കിൽ എന്താണ് നമുക്ക് ടൈപ്പ് പറയാം. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ എന്താണ് ബീച്ച് എന്ന് മാത്രം പറയാം. അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ ബീച്ച് എവിടെയാണെന്ന് പറയാം. നമ്മൾ ജസ്റ്റ് ബീച്ച് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ടൈപ്പ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അങ്ങനെ പ്ലേസും രണ്ട് തരത്തിലുണ്ട്. ഇവിടെ ഞാൻ കുറെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറെ എക്സാമ്പിളുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയാടാ എക്സാമ്പിൾ ഒന്ന് സിറ്റി എന്ന് പറഞ്ഞു. എടാ സിറ്റി എന്ന് പറഞ്ഞാല് അത് ടൈപ്പ് ആണ്. കാരണം നമ്മൾ ജസ്റ്റ് ആ സിറ്റി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് സിറ്റി എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ സിറ്റി എന്ന് പറഞ്ഞാല് അതെന്താണ് ടൈപ്പ് ആണ്. പക്ഷെ നമ്മൾ മുംബൈ സിറ്റി എന്ന് പറഞ്ഞിരുന്നേലോ അത് സ്പെസിഫിക് ആയേനെ. പക്ഷെ സിറ്റി എന്ന് പറഞ്ഞാൽ അത് ടൈപ്പ് ആണ്. പാർക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് സ്പെസിഫിക് ആയിട്ട് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്താണ് അത് ടൈപ്പ് ആണ്. സ്കൂൾ എന്ന് പറഞ്ഞു. ഏത് സ്കൂള് കൃത്യമായി പറഞ്ഞോ? ഇല്ല. അപ്പൊ അതെന്താണ് ടൈപ്പ് ആണ്. ഇനി ഹോം എന്ന് പറഞ്ഞു. അതും ടൈപ്പ് ആണ്. കൊച്ചി എന്ന് കൃത്യമായിട്ട് ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. എടാ കൊച്ചി എന്ന് കൃത്യമായ ഒരു സ്ഥലത്തിന്റെ പേര് പറയുമ്പോൾ അത് സ്പെസിഫിക് ലൊക്കേഷൻ ആണ്. അത് സ്പെസിഫിക് ലൊക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? യെസ് സ്പെസിഫിക് ലൊക്കേഷൻ ആണ്. ഇനി ഇന്ത്യ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അത് സ്പെസിഫിക് ആണ്. സംശയം വേണ്ടടാ, അത് സ്പെസിഫിക് ആണ്. ലൈബ്രറി എന്ന് പറഞ്ഞു. അത് ടൈപ്പ് ആണ്. കാരണം ഏത് ലൈബ്രറി എവിടുത്തെ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടില്ല. റിവർ എന്ന് മാത്രം പറഞ്ഞാൽ അത് ടൈപ്പ് ആണ്. കാരണം ഏത് റിവർ? ഇഷ്ടം പോലെ റിവർ ഇല്ലേ? അപ്പൊ ഏത് റിവർ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ടൈപ്പ് ആണ്. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മുടെ രണ്ടാമത്തെ നൗൺ ആയിട്ടുള്ള പ്ലേസ്. എടാ പ്ലേസ് ഒരു നൗൺ ആണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള പ്ലേസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് പ്ലേസ് ഉണ്ട്. ഒന്ന് സ്പെസിഫിക് ലൊക്കേഷൻ പറയാം, അല്ലെങ്കിൽ ടൈപ്പ് പറയാം. എടാ ഇനി ഇപ്പൊ ഈ സ്പെസിഫിക് ലൊക്കേഷൻ ആണെങ്കിലും ടൈപ്പ് ആണെങ്കിലും ഇത് രണ്ടും നൗൺ ആണ്. സ്പെസിഫിക് ലൊക്കേഷനും നൗൺ ആണ്. ഇനി ടൈപ്പ് ഓഫ് ലൊക്കേഷൻ അതും നൗൺ ആണ്. അപ്പൊ എല്ലാം നൗൺ ആണ്. അപ്പൊ പൊതുവെ നമുക്ക് പറയാം പ്ലേസ് ഒരു നൗൺ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സെറ്റ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് പറയും, നിങ്ങൾ വിചാരിക്കുന്ന ഇതെന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇതിൽ നല്ല ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക് ഞാൻ പറയാം. പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നാലേ ആ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പൊ നിങ്ങൾ കേട്ടിരിക്കുക. ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തെ നൗൺ ആണ് തിങ്ക്. അപ്പൊ എല്ലാ തരത്തിലുള്ള തിങ് എന്താണ് നൗൺ ആണ്. അപ്പൊ തിങ് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ വരുമെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും. അതായത് തിങ് എന്ന് പറയുന്നത് നെയിംസ് ഓഫ് ലിവിങ് ക്രിയേച്ചർ. എടാ ലിവിങ് ക്രിയേച്ചറിന്റെ പേരുകൾ, പട്ടി പൂച്ച ആട് പോലുള്ള ലിവിങ് ക്രിയേച്ചറിന്റെ എല്ലാ തരത്തിലുള്ള പേരും എന്താണ് നൗൺ ആണ്. അത് ഈ തിങ്ങിന്റെ ഉള്ളിൽ വരുന്ന നൗൺ ആണ്. ഇനി ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് or anything that is physical and can be perceived by the senses. അപ്പം എന്താണ് ശരീരമുള്ള എന്തും എന്താണ് നൗൺ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഫിസിക്കലി സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പം പാട്ട്, മ്യൂസിക്കിന് ശരീരം ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്കത് ഫിസിക്കലി സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഫിസിക്കലി സെൻസ് ചെയ്യാൻ പറ്റുന്ന എന്തും എന്താടാ ഫിസിക്കലി സെൻസ് ചെയ്യാൻ പറ്റുന്നത് എന്തും എന്താണ് നൗൺ ആണ്. ഫിസിക്കലി സെൻസ് ചെയ്യാൻ പറ്റുന്നത് എന്തും നൗൺ ആണ്. പറയുന്നത് സെറ്റ് ആവുന്നുണ്ടോ? അപ്പൊ ഞാൻ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ. ഡോഗ് നമ്മൾ പറഞ്ഞു തിങ്ങിനുള്ളിൽ വരുന്ന ലിവിങ് ക്രിയേച്ചർ, അത് നൗൺ ആണ്. ഇനിയും ട്രീ ഫിസിക്കലി അതായത് ശരീരമുള്ള എന്തും നൗൺ ആണ്. ബുക്ക്, കമ്പ്യൂട്ടർ, കാറ്, ആപ്പിള്, ഈ മ്യൂസിക്കിന് ശരീരമില്ലല്ലോ. പക്ഷെ മ്യൂസിക് നമുക്ക് എന്താണ് സെൻസ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അതുകൊണ്ട് അതും ഒരു നൗൺ ആണ്. തിങ്ങിനുള്ളിൽ വരുന്ന നൗൺ ആണ് അതും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം എന്താണ് നൗൺ ആണ്. അടുത്ത നോക്കൂ, നാലാമത്തെ ഐഡിയ. ഈ ഐഡിയയിൽ എന്താ സാർ വരുന്നതെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും. ഈ ഐഡിയയിൽ എന്താ വരുന്നത്? എടി ഈ ഐഡിയയിൽ വരുന്നത് നെയിംസ് എ കോൺസെപ്റ്റ്, ഫീലിംഗ്, quality or a state that you cannot see or touch physically, they exist in the mind. അതായത് എടാ നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് കാണാനോ അതൊന്ന് സ്പർശിച്ചറിയാനോ അത് ഫിസിക്കലി അതൊന്ന് സ്പർശിച്ചറിയാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് അത് നമ്മുടെ മൈൻഡില് അതിങ്ങനെ നിൽക്കും. നമ്മുടെ മൈൻഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അതെന്താ അങ്ങനെ ഒരു കാര്യം? എടാ ഇപ്പൊ സന്തോഷം എന്ന് പറയുന്നു. സന്തോഷം, ഹാപ്പിനെസ്. ഈ ഹാപ്പിനെസ് ഞാൻ ആദ്യം എടുക്കുന്നു. ഈ ഹാപ്പിനെസ് നമുക്ക് കാണാൻ പറ്റുമോ?
അല്ലെങ്കിൽ അത് നമുക്ക് എന്താ തൊട്ടറിയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അത് നമ്മൾ ആ ഒരു വികാരമാണ് നമ്മളുടെ മനസ്സിൽ, നമ്മുടെ മൈൻഡിൽ എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പം സമയം നിങ്ങൾ വിചാരിക്കും സാറേ സമയത്തെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇപ്പം 10:05 സമയത്തെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. എടാ സമയത്തെ അല്ല കാണുന്നത്, നമ്മള് വാച്ചാണ് കാണുന്നത്, അല്ലെങ്കിൽ ക്ലോക്ക് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ സമയം എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് എന്താ? ഒന്നെങ്കിൽ നിങ്ങൾ ക്ലോക്ക് കാണും, അല്ലെങ്കിൽ വാച്ച് കാണും, അല്ലെങ്കിൽ മൊബൈലാണ് കാണുന്നത്. പക്ഷെ സമയം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ കാണുന്നുണ്ടോ? ഇല്ല. അത് നമ്മുടെ മൈൻഡിൽ എക്സിസ്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി ഫ്രീഡം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, എടാ ഈ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ അത് അനുഭവിച്ചറിയാം, നമുക്കതിനെ കാണാൻ കഴിയില്ല ഒരിക്കലും, നമുക്ക് തൊടാനോ കാണാനോ കഴിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ മൈൻഡിൽ നമ്മളത് അനുഭവിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആങ്കർ, ദേഷ്യം, എടാ ഒരാൾ ദേഷ്യപ്പെടുന്നത് നമുക്ക് കാണാം, പക്ഷെ ദേഷ്യം എന്ന് പറയുന്ന ആങ്കറിനെ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ്, നമുക്കത് മൈൻഡിൽ എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദേഷ്യം. നമുക്ക് ദേഷ്യമൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്നതാണ്. നോളജ് അതുപോലാണ്, ബ്യൂട്ടി അതുപോലാണ്, ജസ്റ്റിസ് അതുപോലാണ്. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം എന്താണ്? നൗണാണ്. അതായത് ഐഡിയയുടെ ഉള്ളിൽ വരുന്ന നൗണാണ്. അപ്പൊ ഐഡിയ എന്ന് പറഞ്ഞാല്, എടാ ഈ ഐഡിയ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ സംഭവം എന്താ? ഐഡിയ എന്ന് പറഞ്ഞ സംഭവം എന്താ? ഒന്നുമില്ലടാ, ഒരു കോൺസെപ്റ്റ്, ഫീലിങ്സ്, നമ്മുടെ മൈൻഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് സംഭവം. അപ്പൊ അത് മനസ്സിലായല്ലോ? സെറ്റായി. ഇനി നോക്കൂ, ഇവിടെ മുതലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഇടുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഇടുന്നത് റെഡി ആണല്ലോ? ഇവിടെ മുതൽ. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ച എന്തിനാ? എടാ ഇത്രയും പഠിച്ചാലേ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ? എടാ ഇവിടെ ഇത്രയും പഠിച്ചാലേ നമുക്ക് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഇവിടെ മുതൽ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി പഠിച്ചിരിക്കണം. നോക്കണം. നോക്കൂ, നമുക്ക് നൗൺ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 5. നമുക്ക് നൗണിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്രയായിട്ടാ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? പറയൂ. എടാ നൗണിനെ 5 ആയിട്ട്, നൗൺ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 5, നൗണിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുക, എങ്ങനെയൊക്കെയാണ് ഈ നൗണിനെ 5 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? എടാ ഒന്നാമത്തെ പ്രോപ്പർ നൗൺ ആണ്. ഒന്നാമത്തെ പ്രോപ്പർ നൗണ്. രണ്ടാമത്തെ കോമൺ നൗണ്. മൂന്നാമത്തെ കളക്റ്റീവ് നൗണ്. മൂന്നാമത്തെ കളക്റ്റീവ് നൗണ്. നാലാമത്തെ മെറ്റീരിയൽ നൗണ്. അഞ്ചാമത്തെ അബ്സ്ട്രാക്ട് നൗണ്. ഇവിടെ നിന്നാണ് എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത്. ഇവിടെ നിന്നാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പം ഈ നൗണിനെ നോക്കടാ, ഞാൻ ഇവിടേക്ക് പറയാം. അത് നൗണിനെ 5 ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നൗണ്. നൗൺ എന്തൊക്കെയാണ്? നമുക്ക് കാണാൻ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കാണാനും നമുക്ക് കേൾക്കാനും അനുഭവിക്കാനും സ്പർശിക്കുവാനും അല്ലെ ഒക്കെ കഴിയുന്ന എല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ ചിന്തിക്കാനും ഒക്കെ കഴിയുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം നൗണാണ്. ഈ നൗണിനെ നമ്മൾ 5 ആക്കിയിട്ടുണ്ടെന്ന്. എടാ ഈ നൗണിനെ നമ്മൾ 5 ആക്കിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാ? ഒന്നാമത്തത് പ്രോപ്പർ നൗൺ ആണ്. ഒന്നാമത്തെ എന്റെ കൂടെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതൂ. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ മുതൽ കേട്ടോ. ഒന്നാമത്തതാണ് പ്രോപ്പർ നൗണ്. രണ്ടാമത്തത് എന്താണ്? കോമൺ നൗൺ ആണ്. കോമൺ നൗണ്. കോമൺ നൗണ്. മൂന്നാമത്തെ എന്താണ്? കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗണ്. കളക്റ്റീവ് നൗണ്. കളക്റ്റീവ് നൗണ്. നാലാമത്തെ എന്താണ്? മെറ്റീരിയൽ നൗൺ ആണ്. നാലാമത്തത് മെറ്റീരിയൽ നൗൺ ആണ്. മെറ്റീരിയൽ നൗൺ ആണ്. അഞ്ചാമത്തെ എന്താണ്? അഞ്ചാമത്തെ അബ്സ്ട്രാക്ട് നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗൺ ആണ്. അഞ്ചാമത്തെ അബ്സ്ട്രാക്ട് നൗൺ ആണ്. അപ്പൊ ഇങ്ങനെ 5 തരത്തിലുള്ള നൗൺ ആണ് നമുക്കുള്ളത്. ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങളുടെ മൈൻഡിലേക്ക് ഇത് സെറ്റ് ആക്കി വെച്ചോളൂ. നിങ്ങളുടെ മൈൻഡിലേക്ക് ഇത് സെറ്റ് ആകാൻ വേണ്ടിയാണ് വീണ്ടും 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 ഞാനിത് പറയുന്നത്. ഒന്ന് പ്രോപ്പർ നൗൺ ആണ്. രണ്ടാമത്തത് കോമൺ നൗൺ ആണ്. മൂന്നാമത്തത് കളക്റ്റീവ് നൗൺ ഉണ്ട്. പിന്നെന്താണെടാ? മെറ്റീരിയൽ നൗൺ ഉണ്ട്. പിന്നെ അഞ്ചാമത്തെ എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ ഉണ്ട്. ഇങ്ങനെ 5 രീതിയിലുള്ള നൗൺ ആണ് നമുക്ക് ഉള്ളത് എന്നുള്ളത്. സെറ്റ് ആണല്ലോ? അപ്പൊ നൗൺ സെറ്റ് ആയല്ലോ. ഇനി നമ്മള് ആദ്യത്തെ പ്രോപ്പർ നൗൺ, നൗണിനെ 5 ആക്കി. അതിൽ ഒന്നാമത്തെ ആളാണ് നമ്മുടെ പ്രോപ്പർ നൗണ്. എന്താണ് ഒരു പ്രോപ്പർ നൗണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പോവാണ്. റെഡി അല്ലേടാ? അപ്പൊ നമുക്കൊരു പ്രോപ്പർ നൗൺ എന്ത് ചെയ്യാം? സെറ്റ് ആക്കി നമുക്ക് അങ്ങ് പഠിക്കാം. നോക്കൂ, എ പ്രോപ്പർ നൗൺ ഈസ് ദ സ്പെസിഫിക് നെയിം
or a particular specific name of a particular person, place or thing. എടാ ഒരു പേഴ്സണോ ഒരു പ്ലേസോ അല്ലെങ്കിൽ ഒരു തിങ്ങോ ആണ്, പക്ഷെ അതിന്റെ എന്താ സ്പെസിഫിക് മാത്രം, സ്പെസിഫിക് നെയിം. അപ്പൊ ടൈപ്പ് അല്ല സ്പെസിഫിക് നെയിം തന്നെ നമുക്ക് വേണം. അപ്പൊ ഒരു പേഴ്സന്റെയോ അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെയോ അല്ലെങ്കിൽ ഒരു തിങ് ആയിക്കോട്ടെ, അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ളത് നമുക്ക് വേണം. ആ സ്പെസിഫിക് ആയിട്ടുള്ള നെയിം നമുക്ക് വേണം. അപ്പൊ പ്രോപ്പർ ആയിട്ട് ആ ഒരു വാക്കിൽ തന്നെ ഉണ്ടല്ലോ, പ്രോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് ആയിട്ട് നമുക്ക് വേണം. നമുക്ക് വെറും ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ പോരാ, ഏത് സിറ്റി, പ്രോപ്പർ, അതായത് സ്പെസിഫിക് പ്ലേസ് വേണം, സ്പെസിഫിക് പേഴ്സന്റെ നെയിം വേണം, അതുപോലെ സ്പെസിഫിക് തിങ് വേണം. അതൊക്കെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അപ്പൊ സ്പെസിഫിക് നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഇനി ഒരു പ്രോപ്പർ നൗൺ എപ്പോഴും ആരംഭിക്കുന്നത്, ഇറ്റ് ഓൾവേസ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. എടാ ഒരു പ്രോപ്പർ നൗൺ എപ്പോഴും ആരംഭിക്കുന്നത് എങ്ങനെയായിരിക്കും? എടാ അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഇതിൽ നിന്ന് വരെ ഈ ഒരു ഒറ്റ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു ഒറ്റ പോയിന്റ്, ഇതിൽ നിന്ന് വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എടാ ഈ ഒരു ഒറ്റ പോയിന്റിൽ നിന്ന് വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പ്രോപ്പർ നൗൺ എപ്പോഴും ആരംഭിക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ നിന്നായിരിക്കും. ഞാൻ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സോണിയ. ഞാൻ ചോദിക്കട്ടെ, ഈ സോണിയ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നൗണാ? ഈ സോണിയ എന്ന് പറയുന്നത് ഒരു ഗേൾ, ഒരു വുമൺ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ്. അപ്പൊ ഒരു ഗേൾ എന്നോ ഈ സോണിയയ്ക്ക് പകരം ഒരു ഗേൾ എന്നോ ഒരു വുമൺ എന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് എന്നോ പറഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ ആവുമോ? അത് പ്രോപ്പർ നൗൺ ആവില്ല. മനസ്സിലാക്ക്. അപ്പൊ കൃത്യമായിട്ട് പേര് പറയണം, സ്പെസിഫിക് നെയിം പറയണം. ഇനി മുംബൈ എന്ന് പറഞ്ഞു, അത് കൃത്യമായിട്ട് ആ സ്ഥലം നമുക്ക് പറഞ്ഞു തന്നു, അതുകൊണ്ട് അത് പ്രോപ്പർ നൗൺ. ഈ മുംബൈക്ക് പകരം ഒരു സിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ അല്ല. മുംബൈ എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സ്പെസിഫിക് പ്ലേസ് പറയണം. ഇനി ഇന്ത്യ അതുപോലെ തന്നെ പറയാൻ പറ്റുന്നതാണ്. ഇനി മൺഡേ, വെറും ഒരു ഡേ എന്ന് പറഞ്ഞാൽ കാര്യമില്ല, വെറും ഒരു ഡേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രോപ്പർ നൗൺ അല്ല. കൃത്യമായിട്ട് തിങ്കളാഴ്ച, മൺഡേ എന്ന് തന്നെ പറയണം, ഏത് ദിവസം എന്ന് കൃത്യമായിട്ട് പറയണം. അപ്പൊ അങ്ങനെ എല്ലാം സ്പെസിഫിക് ആയിട്ട്, എല്ലാത്തിന്റെ സ്പെസിഫിക്, അതായത് ഒരു പേഴ്സൺ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ എന്താണ്, ഒരു പ്ലേസ് ആയിക്കോട്ടെ, ഒരു തിങ് ആയിക്കോട്ടെ, അതിന്റെ എല്ലാം എന്താ നമുക്ക് വേണ്ടിയത്? എടാ അതിന്റെ എല്ലാ സ്പെസിഫിക് മാത്രം. ഇതിനാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? എടാ ഇതിനാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. സ്പെസിഫിക് മാത്രം, സ്പെസിഫിക് മാത്രം. അപ്പൊ പ്രോപ്പർ നൗൺ മനസ്സിലായല്ലോ. പ്രോപ്പർ നൗണ് ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമേ ആരംഭിക്കുകയുള്ളൂ. പ്രോപ്പർ നൗണ് ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമേ ആരംഭിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കടാ, അടുത്തൊരു കാര്യം, ഞാൻ എന്താണ്, അടുത്ത ഒരു ടോപ്പിക് ആണ് കോമൺ നൗൺ. നമ്മുടെ നൗണ് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒന്നാമത്തെ പ്രോപ്പർ നൗൺ നമ്മൾ പഠിച്ചു, രണ്ടാമത്തതാണ് കോമൺ നൗണ്. കോമൺ നൗൺ എന്ന് പറഞ്ഞാല് നോക്കടാ, നമുക്ക് കൃത്യമായിട്ട് വായിക്കാം. എ കോമൺ നൗൺ ഈസ് എ ജനറൽ നെയിം ഓർ എ ടൈപ്പ് ഓഫ് പേഴ്സൺ, പ്ലേസ്, തിങ്. ടൈപ്പ്, ആ ടൈപ്പ് പറയുന്നു. മനസ്സിലായോ? ആ ടൈപ്പ് പറയുന്നു. ഇനി നോക്ക്, ഇറ്റ് ഈസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ് അൺലെസ് ഇറ്റ് സ്റ്റാർട്ട് എ സെന്റൻസ്. അതായത് ഈ പോയിന്റ് എന്താന്ന് വെച്ചാല്, ഒരു കോമൺ നൗൺ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്ററിൽ ആരംഭിക്കില്ല. അതായത് ഒരു സെന്റൻസ് ആരംഭിക്കുന്നത് കോമൺ നൗണിൽ നിന്നാണെങ്കിൽ മാത്രമായിരിക്കും ക്യാപിറ്റൽ. എടാ ഒരു സെന്റൻസ് ആരംഭിക്കും, നിങ്ങളിപ്പോ നോക്കൂ, ഒരു സെന്റൻസ് ആരംഭിക്കുന്നത് കോമൺ നൗണിൽ നിന്നാണെന്ന് വിചാരിക്ക്. അപ്പൊ ഒരു സെന്റൻസ് ആരംഭിക്കുന്നത് കോമൺ നൗണിൽ നിന്നാണെങ്കിൽ മാത്രമേ അത് ക്യാപിറ്റൽ ലെറ്റർ അവിടെ, അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ ആകത്തുള്ളൂ, ക്യാപിറ്റൽ ലെറ്ററിൽ ആരംഭിക്കത്തുള്ളൂ. അതല്ലാതെ ഒരു സെന്റൻസിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്താണ്, കോമൺ നൗൺ വരികയാണെങ്കിൽ അത് ഒരിക്കലും ക്യാപിറ്റൽ ലെറ്ററിൽ ആരംഭിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ്. അപ്പൊ ഒരു സെന്റൻസിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കോമൺ നൗൺ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ക്യാപിറ്റൽ എഴുതരുത്. പക്ഷെ ഒരു സെന്റൻസ് ആരംഭിക്കുന്നത് കോമൺ നൗണിൽ നിന്നാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാം, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാം. അതെപ്പോഴും അങ്ങനെയല്ലേ, ഒരു സെന്റൻസ് ആരംഭിക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ അല്ലേ. അപ്പൊ അത് കോമൺ നൗണിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാം. പക്ഷെ എന്താണ്, ഒരു സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ ആ സെന്റൻസിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കോമൺ നൗൺ വരികയാണെങ്കിൽ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല.
അതാണ് ഈ ഒരു പോയിന്റ് അതാ പറയുന്നത്. എടാ അപ്പൊ ഞാൻ പറഞ്ഞു കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താ? എടാ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കോമൺ നൗൺ എന്ന് പറഞ്ഞാല് ഒരു പേഴ്സൺ ആവാം, ഒരു പ്ലേസ് ആവാം, ഒരു തിങ് ആകാം, അതിന്റെ എല്ലാം ടൈപ്പ് മാത്രം പറയുന്നു. ടൈപ്പ്. അപ്പൊ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു തിങ് ഇതിന്റെ എല്ലാം എന്ത് ടൈപ്പ് പറയുന്നു. സ്പെസിഫിക് നെയിമോ ഒന്നുമല്ല, അവിടെ ടൈപ്പ് മാത്രം. പറഞ്ഞു മനസ്സിലായോ? ടൈപ്പ് മാത്രം. അതായത് വുമൺ എന്ന് പറഞ്ഞാൽ അത് ടൈപ്പ് അല്ലേ? അത് കോമൺ നൗണാ. സിറ്റി എന്ന് മാത്രം പറയുന്നു, അത് ടൈപ്പ് അല്ലേ? അപ്പൊ അത് കോമൺ നൗൺ ആയി. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു, ഏത് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞില്ല, അപ്പൊ വെറും ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു, അപ്പൊ അത് ടൈപ്പ് ആണ്. ഡേ എന്ന് മാത്രം പറഞ്ഞു, ടൈപ്പ് ആണ്. ടീച്ചർ എന്ന് മാത്രം പറഞ്ഞു, ടൈപ്പ്. റിവർ, ഏത് റിവർ എന്ന് പറഞ്ഞിട്ടില്ല, അപ്പൊ അതും ടൈപ്പ് ആണ്. അപ്പൊ ഇങ്ങനെ എല്ലാത്തിന്റെയും ടൈപ്പ് മാത്രം പറഞ്ഞാൽ അത് എന്താണ്? കോമൺ നൗൺ ആയിട്ട് മാറും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇതാ പ്രോപ്പർ നൗൺ നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞു സോണിയ എന്ന് പറഞ്ഞു. എടാ സോണിയ എന്ന് കൃത്യമായിട്ട് പേര് പറഞ്ഞാൽ അത് പ്രോപ്പർ നൗണാ. ഇനി സോണിയയ്ക്ക് പകരം വേണേ നമുക്ക് വുമൺ എന്നോ ഗേൾ എന്നോ സ്റ്റുഡന്റ് എന്നോ പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? അതായത് ജനറൽ ആയിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ടൈപ്പ് പറയാണ്. ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, ടൈപ്പ് ഓഫ് പ്ലേസ് ആണ്, ടൈപ്പ് ഓഫ് തിങ് പറയുകയാണെങ്കിൽ, അങ്ങനെ ടൈപ്പ് പറയുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? അത് കോമൺ നൗൺ ആയിട്ട് മാറും എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് സെറ്റായോ? ഇനി ഇത്രയും പറയുന്നത് സെറ്റായോ നിങ്ങൾക്ക്? അപ്പൊ നമ്മള് നൗൺ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്. അതിൽ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ ഒന്നുമില്ല, നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്നു. ഇനി 2 കോമൺ നൗൺ, നമ്മൾ ടൈപ്പ് മാത്രം പറയുന്നതാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്, അല്ലെ? ഇനി നമുക്ക് 3 നൗണും കൂടെ പഠിക്കാനുണ്ട്. ഏതൊക്കെയാ ഇനി പഠിക്കാനുള്ള 3 നൗൺ? ഞാൻ വേറെ കളറിൽ അത് പറയാം. ഇനി പഠിക്കാനുള്ള 3 നൗൺ ഏതൊക്കെയാണ്? ഒന്ന് കളക്റ്റീവ് നൗൺ. മറക്കല്ല, ഇത് പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും ബേസിക് ആണ്. അപ്പൊ മൂന്നാമത് നമുക്ക് ഇനി പഠിക്കാനുള്ളത് കളക്റ്റീവ് നൗണ്. നാലാമത് പഠിക്കാനുള്ളത് മെറ്റീരിയൽ നൗണ്. അഞ്ചാമത് പഠിക്കാനുള്ളത് അബ്സ്ട്രാക്ട് നൗൺ. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളതാണ്. കളക്റ്റീവ് നൗൺ ആയിക്കോട്ടെ, മെറ്റീരിയൽ നൗൺ ആയിക്കോട്ടെ, അബ്സ്ട്രാക്ട് നൗൺ ആയിക്കോട്ടെ, ഇത്രയും നമുക്ക് പഠിക്കാനുള്ള നൗൺ ആണ്. ഈ 3 നൗണും കൂടി നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. പോരെ? അടുത്ത പാർട്ടിൽ നമുക്ക് എന്താ കളക്റ്റീവ് നൗണും മെറ്റീരിയൽ നൗണും അബ്സ്ട്രാക്ട് നൗണും നമുക്ക് അടുത്ത പാർട്ട് 2-ൽ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ പാർട്ട് 2-ൽ നമുക്ക് പഠിക്കാം. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പ്രോപ്പർ നൗണിൽ നിന്നും കോമൺ നൗണിൽ നിന്നും ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, എക്സാമിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ പ്രോപ്പർ നൗണിൽ നിന്നും കോമൺ നൗണിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡീൽ ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി നമുക്ക് പറയാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോപ്പർ നൗൺ ആൻഡ് കോമൺ നൗൺ. ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ നിങ്ങൾക്കൊന്ന് ആ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി, ആ കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്നതാണ്. അതൊന്നുമില്ലടാ, കോമൺ നൗണും പ്രോപ്പർ നൗണും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മള് പ്രോപ്പർ നൗണ്, കോമൺ നൗണ്. ഇപ്പൊ അരവിന്ദ് എന്നൊരു പേര് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ ആണ്. പക്ഷെ അരവിന്ദിന് പകരം ബോയ് എന്നോ മാൻ എന്നോ സ്റ്റുഡന്റ് എന്നോ പറഞ്ഞാൽ അത് കോമൺ നൗൺ ആയി. ഇനിയിപ്പോ രമ്യ എന്ന് നമ്മൾ പറഞ്ഞു, ഇപ്പൊ കൃത്യമായിട്ട് പേര് പറഞ്ഞപ്പോ അത് പ്രോപ്പർ നൗൺ. ഇനി ഈ രമ്യക്ക് പകരം നമ്മൾ ഗേൾ എന്നോ വുമൺ എന്നോ സ്റ്റുഡന്റ് എന്നോ പറഞ്ഞാൽ അത് എന്താണ്? കോമൺ നൗൺ ആയി. കെ എസ് ചിത്ര എന്ന് നമ്മൾ പറഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ ആണ്. ഇനി അതിന് പകരം നമ്മൾ സിംഗർ എന്ന് പറഞ്ഞാൽ അത് എന്തായി? കോമൺ നൗൺ ആയി. അപ്പൊ ഇതാണ് പ്രോപ്പർ നൗണും ഇതാണ് കോമൺ നൗണും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. ജസ്റ്റ് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാനൊരു ബോക്സ് പോലെ ഇട്ടതാണ് കേട്ടോ. ഇത് ഞാൻ എന്തിനു വേണ്ടി ഇട്ടത്? കോൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കി കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. അപ്പൊ പ്രോപ്പർ നൗണിൽ നിന്നും കോമൺ നൗണിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാം. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ തന്നെ ഇതൊന്ന് വായിച്ച് നമ്മൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ട്രൈ ചെയ്യുക. ചോദ്യം വായിക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കിയേ, പോസ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രോപ്പർ നൗൺ? അതായത് 4 ഓപ്ഷനുകൾ തന്നിരിക്കുകയാണ്. ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ് പ്രോപ്പർ നൗൺ എന്നാ ചോദിച്ചിരിക്കുന്നത്. എടാ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൃത്യമായി പ്രോപ്പർ ആയിട്ട് പറയണം. ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ അത് കോമൺ നൗണാ. ഞാൻ CN എന്ന് ഇടാം കേട്ടോ, ഷോർട്ട് ഫോം ആയിട്ട് കോമൺ നൗൺ.
എടാ കൺട്രി എന്ന് പറഞ്ഞാൽ അത് കോമൺ നൗണാ. കാരണം ഏത് കൺട്രി എന്ന് പറഞ്ഞിട്ടില്ല, വെറും റിവർ എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ നമുക്കറിയില്ല ഏത് റിവർ ആണെന്ന്, അപ്പൊ അത് കോമൺ നൗണാ. കൃത്യമായി മുംബൈ എന്ന് പറഞ്ഞു, കൃത്യമായി മുംബൈ എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താണ്? ഇത് PN ആണ്, പ്രോപ്പർ നൗൺ ആണ്. PN ആണ്, പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. കിട്ടിയോടാ എല്ലാവർക്കും? കിട്ടിയോ? ഇത് എങ്ങനെ അപ്പൊ ഇത് ആൻസർ ചെയ്യേണ്ടതെന്ന് കൂടിയാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്തത് വന്നിട്ടുള്ള അടുത്ത ചോദ്യം വായിച്ചു നോക്കിയേടാ, കൃത്യമായിട്ട് നോക്കിക്കേ. യെസ്, നോക്കൂ. ഐഡന്റിഫൈ ദ കോമൺ നൗൺ ഇൻ ദ ഫോളോയിങ്. ഇതിലെ കോമൺ നൗൺ ആണ്. 4 ഓപ്ഷൻ തന്നിരിക്കുകയാണ്. ഈ 4 ഓപ്ഷനില് കോമൺ നൗൺ ഏതാണെന്നാണ് ചോദ്യം. എടാ ട്യൂസ്ഡേ എന്ന് കൃത്യമായിട്ട് നമുക്ക് തന്നു. ട്യൂസ്ഡേ, ചൊവ്വാഴ്ച നമുക്ക് കൃത്യമായിട്ട് തന്നു. അപ്പൊ ഇതെന്താ? എടാ ഇത് പ്രോപ്പർ നൗൺ ആണ്. ജനുവരി, ആ മാസം കൃത്യമായിട്ട് നമുക്ക് തന്നു. അപ്പൊ ഇത് പ്രോപ്പർ നൗൺ ആണ്. ക്രിസ്മസ്, ആ ദിവസി. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസംബർ 25. അപ്പൊ കൃത്യമായിട്ട് ആ ഡേറ്റ് തന്നു, പ്രോപ്പർ നൗണ്. പക്ഷെ ഇവിടെ മാത്രം മന്ത് എന്നേ തന്നുള്ളൂ, മാസം എന്ന് മാത്രമേ തന്നുള്ളൂ. ഏത് മാസം എന്ന് കൃത്യമായിട്ട് തന്നില്ല, വെറും മാസം എന്ന് മാത്രം. അപ്പൊ ഇതെന്താണ്? ഇത് കോമൺ നൗൺ, CN ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, മന്ത് ആണ്. റെഡി ആണല്ലോ? മന്ത് ആണ്. അപ്പൊ അതൊക്കെ ഇനി അടുത്ത് നോക്കൂ. ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് എ പ്രോപ്പർ നൗൺ. ഒരു പ്രോപ്പർ നൗൺ തന്നിരിക്കുന്നതിൽ ഒരു പ്രോപ്പർ നൗൺ. ഇതൊക്കെ സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ ടീച്ചർ എന്ന് മാത്രം പറഞ്ഞു. എത്രയോ ടീച്ചേഴ്സ് ഉണ്ട്. ഹരിത ടീച്ചർ ആണോ, രമ്യ ടീച്ചർ ആണോ, അങ്ങനെ പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം ടീച്ചർ എന്ന് മാത്രം പറഞ്ഞാൽ അത് കോമൺ നൗൺ ആണ്. ഇപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞു, എത്രയോ ഡോക്ടർമാരുണ്ട്, അത് കോമൺ നൗൺ ആണ്. വുമൺ എന്ന് പറഞ്ഞു, കോമൺ നൗൺ ആണ്. പ്രിയ എന്ന് കൃത്യമായിട്ട് പേര് പറഞ്ഞു. അപ്പൊ അതാണ് നമ്മുടെ എന്ത്? പ്രോപ്പർ നൗണ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രിയയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ. വിച്ച് വേർഡ് ഈസ് എ കോമൺ നൗൺ? ഏത് വേർഡ് ആണ് കോമൺ നൗൺ എന്ന് പറയുന്നത്? മൗണ്ട് എവറസ്റ്റ്. എടാ കൃത്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രോപ്പർ നൗൺ ആണ്. ഇതല്ല, ഇത് കോമൺ നൗൺ അല്ല, പ്രോപ്പർ നൗൺ ആണ്. മൗണ്ടൻ, അതവിടെ നിൽക്കട്ടെ. പസഫിക് ഓഷൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഇത് പ്രോപ്പർ നൗൺ ആണ്. നൈൽ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു, പ്രോപ്പർ നൗൺ. ഇവിടെ വെറും മൗണ്ടൻ എന്ന് മാത്രം പറഞ്ഞു. എടാ വെറും മൗണ്ടൻ, എത്രയോ മൗണ്ടൻസ് ഉണ്ട്, അതിൽ ഏത് മൗണ്ടൻ ആന്ന് പറഞ്ഞോ? ഇല്ല, വെറും മൗണ്ടൻ എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ ഇത് കോമൺ നൗൺ. അതല്ലേ ചോദിച്ചത്? ഏതാ കോമൺ നൗൺ എന്നല്ലേ ചോദിച്ചത്? മൗണ്ടൻ. അപ്പൊ ഈ തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ ഉണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ബാക്കിയും കൂടി ചെയ്യാം. നോക്കൂ. ദ ഡാഷ് ഈസ് ഫ്ലോയിങ് ഫാസ്റ്റ്. ദ ഡാഷ് ഈസ് ഫ്ലോയിങ് ഫാസ്റ്റ്. വിച്ച് വേർഡ് കറക്റ്റ്ലി കംപ്ലീറ്റ്സ് ദ സെന്റൻസ് ആസ് എ പ്രോപ്പർ നൗൺ. നമ്മൾ ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. പക്ഷെ അത് എന്ത് വെച്ച് ഫില്ല് ചെയ്യണം? പ്രോപ്പർ നൗൺ കൊണ്ട് ഫില്ല് ചെയ്യണം. പ്രോപ്പർ നൗൺ കൊണ്ട് ഫില്ല് ചെയ്യണം. എടാ വെറും റിവർ എന്ന് പറഞ്ഞാൽ അത് കോമൺ നൗൺ അല്ലേ? എത്രയോ റിവേഴ്സ് ഉണ്ട് അല്ലേ? വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോമൺ നൗൺ ആണ്. പിന്നെ എന്താണ്? സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ നൗൺ ആണ്. കൃത്യം കാവേരി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യം കാവേരി എന്ന് പറഞ്ഞാൽ കാവേരി, ആ നദിയുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അതാണ് നമ്മളുടെ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്, കാവേരിയാണ്. കൃത്യമായിട്ട് പഠിച്ച് സെറ്റ് ആക്കുക. ഇനി വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ അല്ലാത്തത്, പ്രോപ്പർ നൗൺ അല്ലാത്തത് ഏതാണ്? അപ്പൊ ഡൽഹി എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ ആണ്, കൃത്യമായിട്ട് പറഞ്ഞു. ദ ടൈംസ് ഓഫ് ഇന്ത്യ പ്രോപ്പർ നൗൺ, കൃത്യമായിട്ട് പറഞ്ഞു. സാംസങ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു, പ്രോപ്പർ നൗൺ. പക്ഷെ ഇവിടെ മാത്രം ബുക്ക് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എടാ ബുക്ക് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് ബുക്ക് എന്ന് പറയണം. അപ്പൊ ഇത് കോമൺ നൗൺ ആണ്. അപ്പൊ ഇതിൽ പ്രോപ്പർ നൗൺ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇതാണ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. റെഡിയാണോ? അപ്പൊ ഇത്രയുമാണ് നമ്മൾ ചോദ്യങ്ങള്. നമ്മുടെ ഈ പ്രോപ്പർ നൗണും കോമൺ നൗണും തമ്മിലുള്ള ചോദ്യങ്ങൾ ഇത്രയുമാണ്. പ്രോപ്പർ നൗണും കോമൺ നൗണിൽ നിന്നുള്ള കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നു, എന്താണ് സംഭവം എന്ന് പറഞ്ഞു, അതിന്റെ ചോദ്യങ്ങളും ചെയ്തു. ഇത് രണ്ടും നിങ്ങൾക്ക് സെറ്റ് ആണോ? ഇത് രണ്ടും നിങ്ങൾക്ക് സെറ്റ് ആണോ? അപ്പൊ അങ്ങനെയെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് പഠിക്കാം? നമ്മുടെ കളക്റ്റീവ് നൗണും മെറ്റീരിയൽ നൗണും അബ്സ്ട്രാക്ട് നൗണും നമുക്ക് പഠിക്കാം. റെഡി ആണല്ലോ? അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ നിങ്ങൾ പറയണം, ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് പറയണം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ്, നമ്മൾ വീണ്ടും കാണും. അപ്പൊ അടുത്ത പാർട്ട് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, അടുത്ത പാർട്ട് കിട്ടാനായിട്ട്. സോ നിർത്തുന്നു, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, യെസ്.